നമ്മളിന്ന് കാണാൻ പോകുന്നത് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ഇത് നമ്മുടെ ഒരു പുതിയ ചാനലാണ്. നമ്മളിതിനകത്ത് കൂടെ മലയാളത്തിൽ ടെക്നോളജി പരമായ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക എന്നാണ് വിചാരിക്കുന്നത്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളും ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലും എങ്ങനെ വർക്ക് ചെയ്യാം, എങ്ങനെ കോഡ് ചെയ്യാം എന്നൊക്കെ നമ്മൾ പഠിപ്പിക്കാം എന്നുള്ളതാണ് ഈ ചാനൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂട്ടുകാരെ, അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം നമ്മളിപ്പം ഈ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് പറയുന്നത് ആക്ച്വലി മൈക്രോസോഫ്റ്റിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. അവരിത് ഓപ്പൺ സോഴ്സ് ആയിട്ട് ആണ് ചെയ്തിരിക്കുന്നത്. ആർക്ക് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. നല്ലൊരു കോഡ് ഡെവലപ്മെൻറ്റ് ടൂളായിട്ട് തന്നെ നമുക്കിതിനെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിൾ കുറച്ച് ട്രിക്സാണ് ഉള്ളത്. ഇത് ആക്ച്വലി 3 പ്ലാറ്റ്ഫോമിലും ഈ നമ്മുടെ VS കോഡ് ഉണ്ട്. വിൻഡോസ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മുടെ ഉബുണ്ടു, ഡിബിയൻ, ലിനക്സ് സിസ്റ്റംസ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ലിനക്സിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഇതുണ്ട്. മാക് സിസ്റ്റം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മാക്ക് വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് വിൻഡോസിലാണെങ്കിൽ നിങ്ങൾ ഈ വിൻഡോസ് എന്നുള്ള ഐക്കണെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നിങ്ങൾക്കൊരു സിപ്പ് ഫയൽ കിട്ടും. അതിനെ അൺസിപ്പ് ചെയ്യുക. അവിടെ ഒരു EXE ഫയൽ കാണും. അതിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ഓട്ടോമാറ്റിക്കായിട്ട് VS കോഡ് ഇൻസ്റ്റാൾ ചെയ്യും. പിന്നെ അതിനകത്ത് എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് കാണിക്കുന്നത്, ആ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് വെച്ചാൽ മതി. നമ്മൾ ലിനക്സിലേക്ക് വരുവാണെങ്കിൽ, ലിനക്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് ഡെബ് ഫയലും ഉണ്ട്, RPM ഫയലും ഉണ്ട്. ഈ ഡെബ് ഫയൽ എന്ന് പറയുന്നത് ഡിബിയൻ, ഉബുണ്ടു ആ കാറ്റഗറി വരുന്ന ലിനക്സ് സിസ്റ്റംസിനാണ് യൂസ് ചെയ്യുന്നത്. .rpm യൂസ് ചെയ്യുന്നത് റെഡ് ഹാറ്റ്, ഫെഡോറ, സ്യൂസ് എന്നീ പറയുന്ന ഇതിലുള്ള സിസ്റ്റംസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് നമുക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ആ കിട്ടുന്നതിനെ ഡൗൺലോഡ് ഫോൾഡറിൽ കിടപ്പ് കാണും. ആ കിട്ടുന്ന ഫയലിനെ എക്സ്ട്രാക്ട് ചെയ്യുക. അതിനെ ഡയറക്റ്റ് കോഡ് കമാൻഡ് വഴി ഇൻസ്റ്റാൾ ചെയ്താൽ മതി. മാക്ക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെ തന്നെ ഈ മാക്കിൽ ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു ഫയൽ കിട്ടും. ആ ഫയലിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ആകുന്നതാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമുക്ക് ഇതുകൊണ്ട് നിർത്താം. അടുത്ത വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പം തന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കാണിക്കുന്നതായിരിക്കും. താങ്ക് യു ഗൈസ്.